ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ബുധനാഴ്ച ജനുവരി 14-ാം തീയതി ബോക്സ് ഓഫീസ് പ്രകടനം നമുക്കൊന്ന് നോക്കാം. ഇന്ന് വൈകുന്നേരം വരെ ഏകദേശം 5 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഹാൽ എന്ന ചിത്രത്തിന് 28 ഷോകളിൽ നിന്ന് 301ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 51,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതായത് സിനിമ ഇന്നും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടും. ഇന്നലെ 1,13,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇതിനോടകം തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടിയും കടന്ന് വേൾഡ് വൈഡായിട്ട് 2 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഏറ്റവും ഗംഭീര വിജയം നേടിക്കൊണ്ട് സർവ്വമായ മുന്നോട്ട് പോവുകയാണ്. 21-ാം ദിനത്തിലും സിനിമയ്ക്ക് 1000-ന് മുകളിലുള്ള ഷോകളാണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 30,000-നടുത്തുള്ള ടിക്കറ്റുകൾ 5 മണി വരെ വിറ്റുപോയിരിക്കുന്നു. സിനിമയ്ക്ക് 50 ലക്ഷം രൂപയാണ് ഇതുവരെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ സിനിമയുടെ കളക്ഷനായി വന്നത് 83,98,800 രൂപ, അതായത് 84 ലക്ഷം രൂപയെന്ന് തന്നെ പറയാം. 1 കോടിയോളമായിരുന്നു സിനിമയുടെ ഫൈനൽ ഗ്രോസായി ഇന്നലെയും വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 70 കോടിയിലേക്ക് നീങ്ങുകയാണ്. ഇന്നും സിനിമയ്ക്ക് 1.5 കോടിക്ക് അല്ലെങ്കിൽ 1 കോടി 10 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലുള്ള കളക്ഷൻ വരുമെന്നുള്ളതാണ്. 37 ലക്ഷത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ 37,98,800 ജനങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 28,723 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വമ്പൻ ഹ്യൂജ് വിക്ടറി തന്നെയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. 150 കോടി ഈ ആഴ്ചയോടെ സിനിമ എത്തുകയാണ്. 140 കോടിക്കടുത്തേക്ക് സിനിമ നീങ്ങുകയാണ്. നിവിൻ പോളിയുടെ അതിഭീകരമായിട്ടുള്ള ഒരു അന്യായ തിരിച്ച് വരവ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ ഒരു കോമ്പിനേഷനിൽ വന്ന ഈ ഒരു ചിത്രം ഒരു പ്രതീക്ഷയ്ക്കും ഇല്ലാതെ വന്നു. പക്ഷേ വമ്പൻ ഹിറ്റാകുന്നു. ഏകദേശം 10 കോടിക്ക് അടുത്തുള്ള ബഡ്ജറ്റിൽ വന്ന ചിത്രം 150 കോടിയോളമാണ് നേടുന്നത്. 2025-ലെ ഏറ്റവും അല്ലെങ്കിൽ 25-26 വർഷത്തെ ഏറ്റവും മികച്ച വമ്പൻ വിജയമായി മാറുകയാണ്. പരിതാപകരമായ സ്ഥിതി തുടരുകയാണ്. സിനിമ ഫൈനൽ റണ്ണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു സിനിമയുടെ ഫൈനൽ എൻഡിങ്ങിലേക്ക് തന്നെ ഈ ഒരു സിനിമയുടെ പ്രോഗ്രസ് പോകുന്നു. 5ഓളം ഷോകളിൽ നിന്ന് 22ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. 5,300ഓളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ. ഇന്നലെ ഏകദേശം 12,000 രൂപയോളമായിരുന്നു. അതായത് 25,000 രൂപയോളം സിനിമയ്ക്ക് ഇന്നലെ 7 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചു. ഇന്ന് ഒരു പക്ഷേ ആ റേഞ്ചിലേക്ക് സിനിമ എത്തും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ 50 കോടി എത്തില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കുകയാണ്. മോഹൻലാലും ദിലീപും ഒരുമിച്ച് വന്നിട്ടും ഈ ഒരു സിനിമയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു മതിപ്പിലേക്ക് പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല. ഗംഭീരമായിട്ടുള്ള ഡീഗ്രേഡിങ് ഒരു സൈഡിൽ നടന്നപ്പോൾ ഈ ഒരു സിനിമ ഒരു സൈഡിൽ നല്ല ലെവലിൽ ആദ്യ വാരങ്ങളിൽ നടന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് 50 കോടിക്ക് അടുത്തേക്ക് എത്താനും കഴിഞ്ഞു എന്നുള്ള പിന്നീട് സിനിമയ്ക്ക് താഴേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ 41-ാം ദിനത്തിലും സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് സർവ്വമായിക്കൊപ്പം തന്നെ നിൽക്കുന്നുവെന്ന് തന്നെ പറയാം. 26ഓളം ഷോകൾ മാത്രമാണ് സിനിമയ്ക്കുള്ളതെങ്കിലും ഇന്നലെ സിനിമയ്ക്കുണ്ടായിരുന്നത് ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ വന്നത്. ഇന്ന് ഇതുവരെ 70,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്നും സിനിമയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്നാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിക്ക് മുകളിൽ കടന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് 85 കോടി എത്തിപ്പെട്ടിട്ടുണ്ടാകാം. കാരണം 83 കോടി കഴിഞ്ഞിട്ട് പിന്നീട് ഏകദേശം 15-20 ദിവസങ്ങൾ കഴിയുന്നു ഈ ഒരു സിനിമ എന്ന് നമുക്കറിയാം. തീർച്ചയായും ഈ ഒരു സിനിമയുടെ കേരള ട്രാക്ഡ് കളക്ഷൻസ് മാത്രം വെച്ച് നമുക്ക് നോക്കിയാൽ അത് 85 കോടി കടന്നിട്ടുണ്ട്. അതുമാത്രമല്ല GCCയിൽ ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഷോകളുണ്ട്. ആ ഒരു ഷോകൾ വെച്ച് നോക്കുമ്പോഴും സിനിമ കടന്നിട്ടുണ്ടാകാം. വരുന്ന 2 ദിവസത്തിനുള്ളിൽ സിനിമ OTTയിലേക്ക് എത്തുകയാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. മറ്റ് ഏത് സിനിമയുടെയാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, അതൊന്ന് കമൻസോടെ പറയാം. ഗ്രേ മീഡിയാസ്.